തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിനിടെ സീറ്റിനായി കോഴിക്കോട് ബി.ജെ.പിയിൽ വടംവലി. നിലവിലെ ബി.ജെ.പി കൗൺസിലർമാർക്ക് സീറ്റ് നൽകാതെ ഒതുക്കാൻ നീക്കമെന്നാണ് ആരോപണം. ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബു തന്റെ ഗ്രൂപ്പുകാർക്ക് സീറ്റ് തരപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നും പരാതി. കോഴിക്കോട് ബി.ജെ.പിക്കുള്ളിൽ രൂക്ഷമായ പോരാണ് നടക്കുന്നത്. സീറ്റ് ഉറപ്പിക്കുന്നതിനായി നേതാക്കൾ ഗ്രൂപ്പ് തിരിഞ്ഞ് പോരാട്ടം ആരംഭിച്ചു. നിലവിൽ 7 കൗൺസിലർമാരാണ് ബി.ജെ.പിക്കുള്ളത്. ഇതിൽ 6 പേർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിന്റെ വിരുദ്ധപക്ഷക്കാരാണ്. ടി റനീഷ്, നവ്യ ഹരിദാസ്, രമ്യ സന്തോഷ്, സരിത പറയേരി, സത്യഭാമ, അനുരാധ തായാട്ട് എന്നിവർ ജില്ലാ പ്രസിഡന്റിന് എതിരാണെങ്കിലും സംസ്ഥാന നേതൃത്വത്തിന്റെ സ്വന്തക്കാരാണ്. നവ്യ ഹരിദാസ് മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റാണ്. റനീഷ് യുവമോർച്ച മുൻ ഭാരവാഹിയും. ഇവർക്ക് സീറ്റ് നൽകാതെ ഒതുക്കാൻ പ്രകാശ് ബാബു ശ്രമിക്കുന്നുവെന്നാണ് പാർട്ടിക്കുള്ളിലെ പുതിയ ആരോപണം. അതേസമയം ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ജില്ലാ പ്രസിഡന്റ് സ്വയം സ്ഥാനാർത്ഥിയാകാൻ രംഗത്തിറങ്ങുന്നുവെന്നും ആക്ഷേപമുണ്ട്. മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന വാർഡിൽ തന്റെ അടുപ്പക്കാരന് ചുമതല കൊടുത്ത് ഗൃഹസന്ദർശനം ഉൾപ്പെടെ ആരംഭിച്ചുവെന്നും ആക്ഷേപമുണ്ട്. നവ്യ ഹരിദാസിനെ മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റാക്കാതിരിക്കാൻ ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കൾ ശ്രമിച്ചതായും പരാതിയുണ്ട്. നേരത്തെ പ്രകാശ് ബാബു പല വിഷയങ്ങളിലും ഏകപക്ഷീയ നിലപാടുകൾ സ്വീകരിക്കുന്നുവെന്ന് കാട്ടി നവ്യ ഹരിദാസും റനീഷും ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു. പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കോർപ്പറേഷൻ മാർച്ച് ബി.ജെ.പി കൗൺസിലർമാർ ബഹിഷ്കരിച്ചത് വൻ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. ഈ തർക്കങ്ങളുടെ തുടർച്ചയായാണ് കൗൺസിലർമാരെ ഒതുക്കാൻ പ്രകാശ് ബാബു നീക്കം നടത്തുന്നത്. എന്നാൽ സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണയോടെ ജില്ലാ പ്രസിഡന്റിന്റെ നീക്കങ്ങളെ പ്രതിരോധിക്കാനാണ് കൗൺസിലർമാരുടെ നീക്കം. പി.വി. കുട്ടൻ, കോഴിക്കോട്.